ഞാൻ ബെല്ലാരിയിലും അന്തേരിയിലും മൊത്തം ആൾക്കാരെ പറയുന്നില്ല. ഇന്നലെ ഈ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്ന വാണങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇവന്മാർക്കെല്ലാം ആക്സസ് ഉള്ള വി സി അല്ലേ, എല്ലാവരും ഉള്ള വി സി അല്ലേ, എല്ലാവർക്കും എന്താ ഇവിടെ ജനറൽ വി സിയിൽ വരാനുള്ള എന്തൊക്കെ റോൾ ഇവിടെ മാറ്റിയെന്ന് പറഞ്ഞാലും ബെല്ലാരിയുടെ അന്തേരിയും വി സി ഇവിടെ ഇല്ലെങ്കിലും ഇവർക്കൊക്കെ ജനറൽ വി സിയിലും അവിടെ ഇവിടെയൊക്കെ വരാം. ഇഗ്നോർ ദ ക്ലൗൺസ്. ബ്രാവോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യങ്ങളാ പറയാനുള്ളത്, നീ പറ. അങ്ങനെ കുറച്ചധികം ഉണ്ട് പറയുകയാണെങ്കിൽ. വേണ്ട, നീ തെറിവിളിക്ക് ഇപ്പൊ പറ്റിയ കൂടല്ല. വേണ്ട, ഇപ്പൊ കോമഡി വേണ്ട, ശരിയാവില്ല. വെറുതെ എന്തിനാ ഞാൻ നിന്റെ വായിരിക്കുന്നത് ചീത്തുകളി കേൾക്കുന്നത്? നമ്മളിരിക്കുന്ന വി സി ഏതാ? ലൈവ് നോ. ഏതാ, 1 ഓ 2? ഡ്രാഗ് ചെയ്യണോ അവരെ? എല്ലാരെയും ഡ്രാഗ് ചെയ്യട്ടെ. വേറെ ആരെല്ലാം ഉണ്ടോ? വേറെ ആരെല്ലാം ഇല്ല. ഹലോ. ബ്രോ, ഞാനാണ് വില്ലി. പറ, നിന്റെ പേര് അറിഞ്ഞൂടെ? പറ. ഓക്കെ ബ്രോ, അല്ല എനിക്ക് മറ്റേ ബെല്ലാരിട്ടായി ഞാൻ വീസിന്ന് പോയായിരുന്നേ കുറച്ച് ദിവസം മുന്നേ. അതാ പറഞ്ഞു. ബ്രോ, ഞാന് ബ്രോയിനെ എവിടെയാ തെറി വിളിച്ചത്? അല്ല, നീയൊക്കെ ഈ വിസിയിൽ ഇരുന്ന് ചെയ്തത് അല്ല, ശരിയാണെന്ന് ഞാൻ പറയട്ടെ. അല്ല ബ്രോ, ഞാൻ ബ്രോ സംസാരിക്കാൻ വിളിച്ചു. ഞാൻ ഒന്ന് കുറച്ച് സംസാരിച്ചോട്ടെ? ബ്രോയുടെ പെർമിഷനോടെ സംസാരിക്കണം. ഓക്കെ, വേറൊന്നുമല്ല. ഞാന് ബ്രോനെ ഒന്നാമത് എവിടെ തെറി വിളിച്ച. രണ്ടാമത്തെ കാര്യം, ബ്രോ പറഞ്ഞു ഞാൻ സംസാരിച്ചു, ഇന്ന് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ബ്രോ ആരുമായിട്ട് സംസാരിച്ചേ? ഈ പ്രശ്നത്തിൽ ഞാനുണ്ട്. ബ്രോ എന്റെ അടുത്ത് സംസാരിച്ചു. അന്ന് ബ്രോ പറഞ്ഞ പ്രശ്നത്തിന്റെ അന്ന് ബ്രോയിനക്ക് വേണ്ടി ബ്രോ ലൈവ് ഇട്ട് ഏകദേശം വെളുപ്പിനെ 3-4 മണി വരെ ഉണ്ടായിരുന്നു. ഞാൻ 3-4 വണ്ടി വീണതേ ബ്രോ. അതല്ല, ഞാൻ അന്നത്തെ പ്രശ്നത്തിന് ബ്രോ പറഞ്ഞില്ലേ, ഞാൻ വണ്ടിയുടെ കാര്യമല്ല പറഞ്ഞു. ഞാനല്ല വണ്ടി വീണത്. നീയല്ലേ എന്റെ അഭിപ്രായത്തിൽ രായന എനിക്ക് ബെല്ലാരി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. അവനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. റിബലും വന്നായിരുന്നു സംസാരിക്കാൻ. നീ ഏതാ ബ്രോ? ഞാൻ ആ കാര്യമല്ല പറഞ്ഞു. ബ്രോ അതിന് ബ്രോ എന്നെ അനുവദിക്കൂ സംസാരിക്കാൻ, എന്നാലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സംസാരിച്ചു. എന്നെ സംസാരിക്കാം. ബ്രോയാ പറഞ്ഞത് ലൈക്ക് ഇത് ഒരു വട്ടമല്ല, മൾട്ടിപ്പിൾ വട്ടമായിട്ട് നമ്മൾ വീശിയിരുന്ന് ബ്രോയിനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന്. ഇത് ഫസ്റ്റ് ടൈം ബ്രോ ഓർമ്മയുണ്ടോ? ഞാൻ സെക്കൻഡ് ആയണനൊക്കെ വന്നിട്ട് നമ്മൾ സംസാരിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത് അതിന് വേണ്ടിട്ടാ. അതിന് വേണ്ടിയിട്ടാണ്. അതിന് മുന്നോടിയായിട്ട് ബ്രോ രായണന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ബെല്ലാരിയിൽ മുച്ചിരിയുടെ കേസിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രായണൻ പറഞ്ഞ് ഇത് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഇത് അവിടുത്തെ അന്ന് ഇഷ്യൂ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ബ്രോ സംസാരിക്കുന്നത് രായണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രോ പറഞ്ഞ് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. 3 ദിവസവും ലൈവ് കഴിയണ വരെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അത് വിട്ടു, ഞാൻ വന്നില്ല. ശരിയാ, അതിനല്ല കാരണമുണ്ട്. അത് പറയാനാണെങ്കിൽ വേറെ കുറെ പേഴ്സണൽ കാര്യങ്ങൾ പറയേണ്ടി വരില്ലേ? അല്ല, ഞാൻ പറയുന്നത് ബ്രോ, ബ്രോ ഞാൻ പറയുമ്പോ അതിന്റെ ഇടയിൽ പറഞ്ഞ എനിക്കൊന്നും പറയില്ല. എടാ, ഈ ലൈക്ക് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്താ വലിയ സംസാരിക്കണേ? നമ്മളിപ്പം ബ്രോ പറഞ്ഞ കാര്യം പറഞ്ഞ അല്ല, ബ്രോ തുടക്കം തൊട്ടുള്ള കാര്യം പറഞ്ഞു ചന്ദ്ര, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കണേ. അല്ലല്ല, ഞാൻ തുടക്കത്തിലുള്ള അതൊക്കെ എന്റെ ലൈവിൽ എന്റെ സൗകര്യമാണ്. നിന്നോടൊക്കെ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇട്ട് ലൈവ് ഇട്ട് എന്നെ ഇട്ട് അവരാധിക്കേണ്ട ആവശ്യം എന്തായിരുന്നു നിനക്ക്? ലൈവ് ഇട്ട് അവരാധിച്ചെന്ന് ബ്രോ പറയുന്നു. എന്റെ വിഷ്വൽ അല്ലെങ്കിൽ എന്റെ വോയിസ് വരണ ആ ക്ലിപ്പിൽ ബ്രോ തന്നെ ഒന്നും കൂടെ കേട്ടു നോക്ക്. അതിനകത്ത് ഞാൻ ബ്രോയിന് എന്തോ പറയണേ? അതിനകത്ത് ഞാൻ ബ്രോ തന്നെ ആ ലൈവ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ആ ലൈവിൽ പ്ലേ ആക്കി കാണിച്ചു കൊടുക്കും. ഞാൻ അതിനകത്ത് ബ്രോയിന് എന്തോ പറയണേ? ഇതിനകത്ത് നമുക്ക് കിട്ടിയ ഓഡിയോക്കകത്ത് അവര് പറയണല്ലേ നിനക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ അവിടെ. അല്ല, അത് ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് ആ പുള്ളിയുടെ തന്നെ ഒരു വോയിസും കൂടെ ഉണ്ട് നമുക്കായിട്ട് അയച്ചത്. ആ പുള്ളി എന്ത് കുണ്ണയാലും എനിക്കൊരു പറയില്ല, മനസ്സിലായി? എടാ ഞാനൊരു കാര്യം പറയട്ടെ, നീ എവിടെ ഇത് തെള്ളിക്കൊണ്ട് പോകണം? നീയൊക്കെ നിന്റെ ആരും ഞാൻ ചോദിച്ചില്ല. നീ എന്നാ നീ ഇത് സംസാരിച്ചില്ലെന്ന് വിചാരിച്ചു? സംസാരിച്ചു ബെല്ലാരി അന്തേരി എന്തിനാ സംസാരിച്ചെന്ന് ചോദിച്ചേ? ബെല്ലാരി അന്തേരി എന്തിനാണ് ഇത്രയും നാള് നമ്മൾ ഒരു ഇതായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അവരാധിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്തായിരുന്നെന്നാ നിന്നോട് ഞാൻ ചോദിക്കണേ? എന്തായിരുന്നു അതിന്റെ ആവശ്യം? ഞാൻ പറയട്ടെ, ഇനി ഞാൻ പറഞ്ഞോട്ടെ? ബ്രോ പറഞ്ഞു കഴിഞ്ഞോ?
ഞാൻ സംസാരിച്ചോട്ടെ. നീ ഇപ്പൊ വീണ്ടും രണ്ട് നൂറ്റാണ്ട് അപ്പുറത്തുള്ള കാര്യത്തിലോട്ട് നീ പോവാ. ചന്ദ്ര, ഇന്നലത്തെ കാര്യം ഞാൻ പറയണ. അതെങ്ങനെ ഇന്നലത്തെ കാര്യം പറഞ്ഞ ഇതിനകത്ത് ആദ്യം ഈഗിൾ ബ്രോ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമതൊരു ചോദ്യം ചോദിക്കണേ. അപ്പൊ എങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ കാര്യം എന്താ, ഞാൻ എവിടെയാ ബ്രോ എന്നെ ലൈവിൽ ഇപ്പൊ തെറി വിളിച്ചു, തന്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഞാൻ ബ്രോയിന് ഇതുവരെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. ബ്രോയ്ക്ക് അങ്ങനെ ഒരു ചാറ്റോ ഒരു ഇതോ ബ്രോയ്ക്ക് ആണെങ്കിൽ എവിടെ നിന്ന് കിട്ടാണ്? നിന്റെ കൂടെ ഇത്രയും നാൾ നടന്നവന്മാര് ചുമ്മാ ഒന്ന് പറയോ നിനക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന്? അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ കംപ്ലീറ്റ് ആകട്ടെ. നിനക്കൊക്കെ മാത്രമേ വണ്ടിയും പണിയും അറിയത്തുള്ളൂ. നിന്റെയൊക്കെ മുകളിൽ ആരെങ്കിലും വണ്ടി പണിത് നീയൊക്കെ സ്റ്റോറി ഇട്ട് ഊമ്പിക്കളയോ? നീയൊക്കെ ആരാണ് നിന്റെ വിചാരം? ഏടാ ഇന്നലെ ഒരാൾ വന്ന് അയാൾ ചെയ്തിട്ട് പോകണ്ട, അതൊക്കെയാണ് പ്രൊഫഷണലിസ്റ്റ്. അല്ലാതെ നിന്റെ പോലെ ഈ അണ്ടി വലിച്ചു വിട്ടിരിക്കുന്നതല്ല. അതാദ്യം മനസ്സിലാക്ക്. നീ ഒരു വണ്ടിയുടെ പേരിൽ കുറെ നാളായിട്ട് സ്റ്റോറി ഇട്ട് ഊമ്പുന്നുണ്ടല്ലോ. നീ ആരാണ് നിന്റെ വിചാരടാ വില്ലി? നീ ആരാ നിന്റെ വിചാരം? നീ കുറെ ദിവസം സ്റ്റോറി ഊമ്പണല്ലോ. നീ ആരാ നിന്റെ വിചാരം? നിന്റെ കുണ്ണ വണ്ടി മാത്രം ഓടിച്ചോണ്ടിരിക്കണോ ഞങ്ങളൊക്കെ? അല്ല, അത് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. ബെല്ലാരിയുടെ വണ്ടിയാണ് ഞാൻ സ്റ്റോറി ഇടുന്നത്. അതെങ്ങനെ ബ്രോയ്ക്ക് ഓടിക്കാൻ പറ്റും? സ്റ്റോറിയുടെ നീ ബെല്ലാരിയുടെ എന്ന് പറഞ്ഞു എടുത്ത് ഊമ്പണ്ട. ഈ ബെല്ലാരി എങ്ങനെ വന്നതെന്ന് എനിക്കറിയാം. നീ എന്റെ അടുത്ത് ബെല്ലാരി പറയണ്ട. നീയൊന്നും ഇല്ലാത്ത സമയത്തുള്ള ബെല്ലാരി എനിക്കറിയാം. നീ ആരാ ബെല്ലാരിയെ പറ്റി സംസാരിക്കാം? നിന്നെ പറ്റി സംസാരിക്കണം. നീ അടുത്ത് വരണ്ട. ബെല്ലാരിയുടെ പോലി ഇടുക ബ്രോ, എനിക്ക് സംസാരിക്കാൻ പിന്നെ ബെല്ലാരിയുടെ പാറി ലീഡർ പോടാ കുണ്ണ. ബ്രോ സംസാരിക്കാനാ പറഞ്ഞത്. ഞാൻ ട്രിഗറായിട്ടില്ലേ ബ്രോ? ഞാനല്ല ബ്രോ, ഞാനല്ല ട്രിഗറായത്. മനസ്സിലാക്കി, ഞാനല്ല ട്രിഗറായത്. പെർമിഷൻ ചോദിച്ചിട്ടാണ് അവിടെ ലൈവ് ഇട്ടത്. നീ സംസാരിക്കണ്ട. മറ്റേ സംസാരിക്ക്, നീ സംസാരിക്ക്. ബ്രോ എന്റെ ഞാൻ ഒരു കാര്യം പറയാം ഡാർക്കെ. എല്ലാരും എന്നോട് വന്ന് പറഞ്ഞു ഈ വിശ്വസിക്കരുതെന്ന്. ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. ഇവനാണ് ഏറ്റവും കൂടുതൽ എന്നെ പറ്റി അപരാധം പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കറിയാം. ഇവനാണ് ഈ വണ്ടിയുടെ ഈ പഴയത് സെക്കൻഡില്ല. ഇവനില്ലല്ലോ, സ്റ്റാലിനില്ലല്ലോ ഇത്രയും പ്രശ്നം. നിനക്കൊക്കെ എന്താ ഇത്ര പ്രശ്നം? സ്റ്റാലിൻ നിന്ന് വന്നായിരുന്നല്ലോ ഉച്ചക്ക്. നിനക്ക് കാണണോ വീഡിയോ? സ്റ്റാലിൻ വന്ന് പറഞ്ഞല്ലോ അവന് പ്രശ്നമൊന്നുമില്ലെന്ന്. പിന്നെ ഇവന്മാർക്കൊക്കെ എന്തോ ഇത്ര പ്രശ്നം? ഇവനാരാ? എന്നെ കഴിവറവൻ. അവൻ എന്റെ അടുത്ത് വന്ന് ഊമ്പാൻ നിൽക്കുന്നത്. നീയൊക്കെ ലൈവ് ഇട്ടിട്ട് മറ്റേ ഇത് പറയാനോ ഡിസൈഡ് കേട്ടോണ്ടിരിക്കേണ്ട ഗതികടൊന്നും എനിക്കില്ലടാ. അല്ല വേറൊന്നും പറയാൻ വന്ന ജസ്റ്റ് അവന്റെ അച്ഛനെ വിളിച്ച ജസ്റ്റ് സംസാരിക്കാൻ വേറെ ഒരു പറയില്ല. അവൻ തന്തയില്ലാത്തവൻ തന്നെ വിളിക്കും. ആരാ ചോദിക്കാൻ? ചോദിക്കോട്ടെ, എന്റെ അടുത്തൊന്ന് ചോദിക്കാൻ പറ. അല്ല ബ്രോ, ഞാൻ കാര്യം പറയട്ടെ. വെയിറ്റ് നമ്മള് എന്തിനെ മാനിട്ട് അഭിനയിക്കണം നമ്മള്. അതായത് നിങ്ങൾ ഓഫ്ലൈനില് ഇവിടെ വന്നിരുന്ന് ഇത്ര ഇത്ര ലൈവ് ഇട്ട് നീയൊക്കെ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് എന്നെ പട്ടി താറ്റിട്ട് ഇറങ്ങിപ്പോയാടാ. നീ ഇറങ്ങിപ്പോയോ? നിനക്കത് കേക്കണ്ടേ? എന്നെ കഴിവറ മക്കളെ. നിന്നെയൊക്കെ ഇത്ര നാൾ ഞാൻ ഒരു പറയും പറഞ്ഞിട്ടില്ല. ഒരു പറയും. നീയൊക്കെ എന്നെ അങ്ങ് തലക്കകത്തോട്ട് കയറി അങ്ങ് വന്നിരുന്ന് ഊമ്പിക്കാൻ നോക്കുന്നു. നീയൊക്കെ എന്നെ അവന്റെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ ഇനി പറയണമെന്ന്. ഇവൻ എ ക്ലാസ് തമ്പിയാ. ഇവൻ എ ക്ലാസ് തന്തയില്ലാത്തവനാണ് ഈ വില്ലി. ഇവൻ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ഞാൻ ഇപ്പോഴും പറയാം. അവൻ ബെല്ലാരിയുടെ കോലീഡറാണെന്ന് വാടാടുത്ത കുണ്ണ ഏതാന്ന് വെച്ചാ സംസാരിക്കാൻ വാ. നീ ബെല്ലാരിൽ ആർക്കാന്ന് വെച്ചാ അന്തേരിയിലും വന്നിരുന്ന് വീസിക്കകത്ത് മറ്റേ പട്ടി അലച്ച പോലെ ചെലച്ചവന്മാരൊക്കെ വാടാ. ഇനി നിനക്കൊക്കെ ഉള്ളത് പറയുണ്ടാക്കിട്ട് ഞാൻ പോത്തുള്ളൂ ഇവിടുന്ന്. വില്ലി വന്നിട്ടുണ്ട്. ഡ്രാഗ് ചെയ്യണ തെറി വിളിക്കാനായിട്ട് എല്ലാരും ഒബീറ്റോ സെക്കൻഡ് ഇവരൊക്കെ വന്നിട്ടുണ്ട്. പോക്കൃത്തത്തിനൊക്കെ ഒരു പരിധി ഉണ്ട്. എടാ ആ വില്ലീനും കൂടെ ഒന്ന് വലിക്കാവോ? എടാ നിങ്ങള് കുറച്ച് ഇതായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ രീതി ഇപ്പൊ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആ അതെ. ഒന്നിനല്ല വന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ.
വില്ലി വന്നത് വണ്ടിയുടെ കേസ് സംസാരിക്കാനല്ല. ഇന്നലെ നിങ്ങൾ ലൈവ് ഇട്ട് അവരാധിച്ചു എന്ന് പറഞ്ഞില്ല, അതിന്റെ കേസ് സംസാരിക്കണം വില്ലി വന്നേ. വണ്ടിയുടെ സൈഡ് അവനായിട്ട് കണക്ട് അവനല്ലേ കുരുവിയുടെ സ്റ്റാൻസ് മറ്റേ പറഞ്ഞത് വില്ലിയാണോ? ചന്ദ്ര, അത് ഈഗിൾ ബ്രോ പറഞ്ഞ് ഞാൻ ഈഗിൾ ബ്രോ എന്നെ തെറി വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഈഗിൾ ബ്രോ ഞാൻ തെറി വിളിച്ച, എന്നിട്ട് പറഞ്ഞു വില്ലി നിനക്കുള്ള ഞാൻ തരാം. ഞാൻ അത് എന്റെ സൈഡ്, ഞാൻ അവിടെ എന്താ സംസാരിച്ചതായ പിഒവിലുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇന്നലെ കുരുവിയാണെങ്കിൽ സേക്കൻഡ് അടുത്ത് ഇങ്ങനെ ആ ക്ലിപ്പിലെ കാര്യം ഒന്നുകൂടെ പറയണേ. ആ സേക്കൻഡ് അടുത്ത് പറഞ്ഞ് എടാ ഇപ്പൊ ഈ വണ്ടി കൊള്ളാന്ന് പറയും, കുറച്ച് കഴിഞ്ഞിട്ട് ആ വണ്ടി കൊള്ളാന്ന് പറയും എന്ന് പറഞ്ഞു. നോർമലി നിങ്ങൾ ഒരു ഗ്യാങ് കൊണ്ടുവരുന്ന വണ്ടികളൊന്നും ഇത് ഊമ്പിയ വണ്ടിയാ, ഇത് വേണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ കാര്യം അങ്ങനെയാണോ നിന്റെ കാഴ്ചപ്പാടൊക്കെ? നീ ഒരു എന്റെ കാഴ്ചപ്പാടല്ല, ഞാൻ എന്റെ കാര്യം ഒരു വണ്ടി കൊണ്ടുവരുമ്പോ ഈ വണ്ടി ഊമ്പല, ഇത് കൊള്ളത്തില്ല, എന്റെ പഴയ വണ്ടിയാന്നല്ല, അപ്പൊ പണിതവർക്ക് ഒരു റെസ്പെക്ട് ഇല്ല, ഒന്നും വേണ്ട, ഞാൻ അങ്ങനെ നിൽക്കണമെന്നാണോ നീ എനിക്ക് പറയുന്ന പോലെ നിൽക്കണമെന്നാണോ നീ പറയണേ? ബ്രോ, ഒന്നാമത് ആ കാര്യം പറഞ്ഞത് ഞാനല്ല, ഞാൻ പറഞ്ഞത് എന്റെ സൈഡാണ് ഞാൻ പറയണത്. ആ പറഞ്ഞ ആളുടെ അടുത്ത് ബ്രോ ചോദിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ ബ്രോക്ക് അത് ചോദിക്കണമെന്നേ ആ ചോദ്യം ബ്രോ ആളുടെ അടുത്ത് ചോദിക്കും. ഞാൻ പറഞ്ഞ എന്റെ സൈഡാ ബ്രോ, എന്റെ സൈഡിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന ഒരു വേർഡിംഗ് ഉണ്ട്, ലൈക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുരുവിന്റെ അടുത്ത് ഒരുമാതിരി കുരുവിയുടെ സ്റ്റാൻസ് അല്ലേ ഈകളിൽ നിന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ റീസണാ പറഞ്ഞത്. അതിനുശേഷം ഒരു ചെറിയ പോർഷനും കൂടെ ആ കട്ടെടുത്ത് കൊണ്ട് തന്നവൻ എന്തോ ഭാഗ്യത്തിന് തന്നിട്ടുണ്ട്, ലൈക്ക് അവൻ തന്നിട്ടുണ്ട്. അല്ല അവൻ പറയണത് ഇത് മാത്രമല്ലല്ലോടാ ഇൻസിഡന്റ്, ബ്രോ ഏത് ഇൻസിഡന്റ് കാണിച്ചു തന്നാലും അതിനുള്ളത് നമ്മുടെ പറയാനും കാണിക്കാനും ഉണ്ട്, അതാ പറഞ്ഞത്. അല്ലല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നായിട്ട് യാതൊരു ഇല്ല അങ്ങനെ ഒരിക്കലും പറയണില്ല ബ്രോ, അങ്ങനെ പറയണില്ല യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ നമ്മളെ ഒന്നും അപരാധിച്ചിട്ടില്ല, എന്റെ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ എന്റെ ലൈവ് കണ്ടിരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു അല്ലേ? അല്ല ബ്രോ അങ്ങനെ പറഞ്ഞില്ലല്ലോ ബ്രോ, അങ്ങനെ പറയുന്നില്ല. ഈഗിൾ ബ്രോ എന്നെ അനുവദിക്കുന്നില്ല പറയാൻ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്രോ പറഞ്ഞു എന്താന്ന് വെച്ചാ, അപ്പൊ ഞാൻ ഈ പറഞ്ഞത് അതിനുശേഷം അവ എന്നെ കളിയാക്കിക്കൊണ്ട് ഒരു ഇതും കൂടെ സംസാരിക്കണുണ്ട്. ഞാനും അവനും തമ്മിൽ സ്ഥിരം വീഴ്ചയില് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കണതാ. ഞാൻ അവനെ ഊക്കിയതാണ്. അതിൽ ബ്രോയ്ക്ക് അത്രയും രോഷം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യില്ല. ഞാൻ അവനെ പറഞ്ഞതാണ് കുരുവിയുടെ ചാൻസ് അല്ലെ. കുരുവിയുടെ പറയുമ്പോൾ നീ അരമണിക്കൂറായിട്ട് ഇരിക്കണം. എനിക്ക് ഇതിനൊക്കെ നിനക്ക് എന്താ പറയാനുള്ളത്? ഇതിനൊക്കെ നിനക്ക് ബ്രോ ഈ പറയുമ്പോ ഒന്ന് പോസ് ചെയ്യോ? ഇതിനകത്ത് എന്റെ പേരൊന്ന് കാണിച്ചാലോ? നിന്നെ മാത്രമായിട്ടല്ലോടാ ഞാൻ എന്റെ കാര്യമോ പറയണത്. കഴിഞ്ഞില്ല, അല്ല എന്റെ അടുത്ത് സോറി ഞാൻ ആവശ്യപ്പെട്ടില്ല ബ്രോ, സോറി ഇല്ല. കഴിഞ്ഞില്ല ബ്രോ. അതാ ഞാൻ പറയുന്നേ ബ്രോയ്ക്ക്. ഇപ്പൊ ഞാൻ ബേസിക്കലി ബ്രോയിനെ അവിടെ മെൻഷൻ ചെയ്ത് സംസാരിക്കുക ഒന്നും ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം ഓക്കെ, മെൻഷൻ ചെയ്ത് പേര് പറഞ്ഞു ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അല്ലാണ്ട് ബ്രോയിനാണ് അതിന്റെ അല്ല ബ്രോ, അങ്ങനെയല്ല. ബ്രോയിന് ഇന്റൻഷനലി ഇത് മറ്റേ ഈകളുടെ സ്വഭാവം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ആ കുരുവിനെ അവിടെ കളിയാക്കിയത് അത് ബ്രോയ്ക്ക് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യല. രണ്ടാമത്തെ കാര്യം ഈ ഒരു കാര്യം അല്ലാണ്ട് ഈ ഒരു കാര്യം അല്ലാണ്ട് അല്ല ഈ ഒരു കാര്യം 40 തൊട്ടെന്നറിയ ഈ 40 തൊട്ട് എന്റെ ഞാനത് കണ്ടപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം, നീ അവിടെ ചോദിക്കുന്നുണ്ട് കുരുവിയുടെ സ്വഭാവം അല്ലേടാ എന്ന് പറയുന്നുണ്ട്. നീ പറയുന്നത് കുരുവിനെ കളിയാക്കുവാന്ന് അല്ലേ? നീ അവിടെ കുരുവിയുടെ സ്വഭാവം എന്ന് പറയുന്ന വ്യക്തി ആരാണ്? കുരുവിയുടെ സ്വഭാവം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈകളെന്ന് തന്നെ പറഞ്ഞ അത് കുരുവിനെ കുരുവിനെ കളിയാക്കുന്ന അത് കുരുവിനല്ലേ കളിയാക്കണ? എടാ ഒരു നിന്റെ സ്വഭാവം കാണിക്കുക അങ്ങനെ അവനെയല്ലേ കളിയാക്കി പറയണേ? അതല്ല ബെല്ലാരി ലീഡർ ആണെന്നല്ലേ നീ പറഞ്ഞേ? അപ്പൊ ബെല്ലാരി നിനക്ക് എന്താ പറയാനുള്ള ഈ ചെയ്തതിന്? ബെല്ലേരി റെപ്രസെന്റ് ചെയ്ത് എന്തോ പറയാനുള്ളത് ബ്രോ? ഇങ്ങോട്ട് പറഞ്ഞതൊക്കെ തന്നെ തിരിച്ച് പറഞ്ഞത്, അല്ലാണ്ട് അവിടെ ആരും ഇതാക്കി പറഞ്ഞിട്ടില്ല. ഒരു സെക്കൻഡ് അതായത് നീ നമ്മള് ബെല്ലാരിയെ പറ്റി നമ്മൾ പറഞ്ഞു, നീ ഒന്ന് കാണിച്ചതാണ് ഇവിടെ. എന്നിട്ട് സംസാരിച്ചായിരുന്നു. അതായത് ബെല്ലാരി നമ്മൾ പറഞ്ഞ് കാണിച്ചിട്ട് നീ ഇനി സംസാരിക്കണം. അതെന്നെ പറയട്ടെ നമ്മൾ ആരെങ്കിലും പറയടാ
പറയാ ചന്ദ്ര ചൂടായിട്ട് കാര്യമില്ല. സംസാരിക്കാൻ വിളിച്ചാൽ സംസാരിക്കണം. ഇത് നിന്റെ ബെല്ലാരിയുടെ അന്തേരിയുടെ കുണ്ണവീശിയൊന്നും അല്ല, മനസ്സിലായോ? നിന്റെ താളത്തിനനുസരിച്ച് ഇവിടെ തുള്ളിയിരിക്കാൻ നീയൊക്കെ നാട്ടുകാരെ അവരാധിക്കുമ്പോ പറഞ്ഞിട്ട് പോ. ബ്രോ ഈ തട്ടകത്തിൽ മനസ്സിലായോ? അല്ലല്ല ഞാൻ പറയട്ടെ, അന്ന് ബെല്ലാരി പോലെ അറിയാണ്ടാണ് ഒരു ദിവസം ഈകളുടെ ലൈവിൽ തന്നെ ബെല്ലാരിയായിട്ട് ഇനി ബ്രദർഹുഡ് ഇല്ല അത് ഇതെന്നൊക്കെ പറഞ്ഞത്. ആ കാര്യം പോലും നിന്റെയൊക്കെ എനിക്ക് മനസ്സിലായതിന്റെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പറയുന്നതാ ബ്രോ. ഓക്കെ, അത് ബ്രോയുടെ ഇഷ്ടം. ബ്രദർഹുഡിന്റെ കാര്യം പറഞ്ഞു, ബാക്കി ബ്രദർഹുഡ് ഇല്ലെന്ന് പറഞ്ഞു ആ കാര്യത്തിൽ. അപ്പൊ ബെല്ലാരിക്ക് അവിടെ എന്താ ഇഷ്യൂ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ കാര്യം പറയട്ടെ ബ്രോ. ലൈവിൽ അത് പറയണേനു തൊട്ട് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ എപ്പോഴേലും ബ്രോ ഈ പറയണ പോലെ ശരിയാ, ബെല്ലാരിയുടെ അന്തേരിയുടെ കുണ്ണ വീശി ബ്രോ പറയണ ആ വീസിലെല്ലാം ബ്രോയ്ക്ക് ആക്സസ് ഉണ്ടായിരുന്നു. എനിക്ക് നിന്റെ ഒന്നും വീസി വരേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് നിന്റെ ഒന്നും വീസിൽ വരേണ്ട ആവശ്യമില്ല. എനിക്ക് സംസാരിക്കാനുള്ള ആൾക്കാർ ഇവരൊക്കെയാണ്. ഞാൻ അവരോട് സംസാരിച്ച് മനസ്സിലായോ? ഞാൻ അവരോടൊക്കെ സംസാരിച്ച്, അല്ലാതെ നിന്നോട് സംസാരിക്കണം, നിന്നോടൊന്നും വന്ന് സംസാരിക്കണം, നിന്നോട് വീസി വന്ന് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല ബ്രോ. അത് ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എല്ലാം ബ്രോ പറഞ്ഞതിന് ശേഷമാണ് അതൊക്കെ സംസാരിക്കണേ. ബ്രോ ബ്രദർ എടീ എന്തോ ഇഷ്യൂ എന്ന് പറയുന്ന എങ്ങനെയാ വില്ലി? നീ നമ്മള് 10 പറയുമ്പോ നീ 100 പറയുന്നുണ്ട്. ഞാൻ 100 പറയുന്നുണ്ട്, 10 പറയണുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയിട്ട് പറയണ്ടേ? എന്നെ അനുവദിക്കും മൊത്തം പറയാം. മൊത്തം പറയട്ടെ, മൊത്തം പറയട്ടെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ലൂപ്പായി പോകും. അതങ്ങനെ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞപ്പോ നമ്മളടുത്ത് പോലും അന്വേഷിച്ചിട്ടില്ല എന്താണ് ഇഷ്യൂ എന്ന്. നമ്മളടുത്ത് പോലും ചോദിച്ചിട്ടില്ല. ശരി, ബ്രോയ്ക്ക് ചോദിക്കേണ്ട കാര്യമില്ലായിരിക്കും. പക്ഷെ എന്നാ പോലും ഇപ്പൊ ബ്രോയ്ക്ക് തന്നെ അറിയാം, ബ്രോ ഒരു കാര്യം ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയിനെ ട്രസ്റ്റ് ചെയ്യണം ഇഷ്ടം പോലെ വ്യൂസ് ഉണ്ട്. അവര് ബ്ലൈൻഡ് ആയിട്ട് നമ്മുടെ മെക്കട്ടോട്ട് വരും. അത് ബ്രോയ്ക്ക് ഓൾറെഡി അറിയാന്നുള്ള കാര്യം തന്നെയാണല്ലോ. ബ്രോ ഒരു കാര്യം പോലും നമ്മളടുത്ത് ഈ പറയുന്ന രായണന്റെ അടുത്ത് പോലും ചോദിക്കേണ്ട ബ്രോ പറഞ്ഞ. അതിനുശേഷമല്ലേ വൈകുന്നേരം നമ്മൾ സംസാരിക്കണത്. ഞാൻ അന്നാണ് സ്റ്റോറി ഇടുന്നത് ബ്രോ, അന്നാണ് എനിക്ക് DM ചെയ്യണത്. അപ്പൊ നീ കാര്യം ചോദിക്കട്ടെ, ഈ 4.5 വർഷം ഈ ബ്ലൈൻഡ് ആയിട്ട് ഡ്രസ് ചെയ്ത ഓഡിയൻസ് തന്നെയല്ലേ ബെല്ലാരിക്കയുടെ പ്ലേയേഴ്സിന് ലൈവിലൊക്കെ വന്ന് കണ്ടോണ്ടിരുന്നതും ഇതാക്കിയതും? അന്നേരം നിനക്കൊക്കെ എവിടെ പോയി ഈ ബ്ലൈൻഡ് ഓഡിയൻസിന്റെ വില ഇല്ലായ്മ? ബ്രോ ബ്ലൈൻഡ് ഓഡിയൻസിന് വിലയില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബ്രോനെ ട്രസ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് ചെയ്യുന്ന ഓഡിയൻസ് അത് തന്നെയാണ് ഈ പറയണ എല്ലാം കണ്ടോണ്ടിരിക്കുന്നതും എല്ലാം ഇതാക്കണതും. ടിവിയുടെയും ബെല്ലാരിയുടെയും ഒക്കെ കോമൺ ഓഡിയൻസ് അവരൊക്കെ തന്നെയാ. അവരൊക്കെ തന്നെയാ. അവരുടെ അല്ലല്ല നിക്ക്, നിന്നെ പറ്റി നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തെന്നോ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ ഒരു ബേസിക് ഒരു ഇഷ്യൂ നടക്കുമ്പോ ആ ഒരു ഇൻഫർമേഷനിൽ നിന്നാണ് ബ്രോ സംസാരിക്കണത്. ബാക്കി അപ്പുറത്തെ സൈഡ് എന്തോന്ന് ഒന്ന് കേൾക്കാനുള്ള ഒരു ഇതുപോലെ ബ്രോക്ക് എന്താന്ന് അന്വേഷിക്കണ്ട. ജസ്റ്റ് ചോദിച്ച നമ്മൾ അങ്ങോട്ട് എന്ന് പറയത്തില്ലേ ബ്രോ? അതുപോലെ നേരത്തെ ചന്ദ്ര പറഞ്ഞ് ബെല്ലാരിയില് അല്ലല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ. നേരത്തെ ചന്ദ്ര പറഞ്ഞ ആ ഗ്യാങ്ങിൽ കുറച്ച് പേർക്ക് മാത്രമേ ഇഷ്യൂസ് ഉള്ളെന്ന്. നേരത്തെ ഗ്യാങ്ങിലുള്ളവർക്ക് മാത്രമേ കുറച്ച് പേർക്ക് ഇഷ്യൂസ് ഉള്ളെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഇഷ്യൂസ് ഉള്ളത് അതേപോലെ തന്നെ നേരത്തെ നിങ്ങൾ ഈ ബ്രദർഹുഡ് എന്ന് പറയുന്ന സമയത്ത് വിട്ടെന്ന് പറയുന്ന സമയത്തും കുറച്ച് പേർക്കോ എന്തെങ്കിലും നിങ്ങളുമായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് വന്ന് സംസാരിക്കുന്ന ഇതുണ്ടല്ലോ. അത് മാന്യത നിങ്ങൾ കാണിച്ചായിരുന്നോ? നിന്റെ അടുത്തൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ബെല്ലാരിയിൽ നിന്ന് മുച്ചിറി എന്തിനാ പുറത്താക്കിയേ? ബെല്ലാരിയിൽ മുച്ചിനെ പുറത്താക്കിയത് അവൻ ഇങ്ങനത്തെ ഓരോ റെക്കോർഡിങ്സ് കൊണ്ട് കാണിച്ചോണ്ടാണ് ഇതാക്കിയത്. എന്ത് റെക്കോർഡിംഗാ കൊണ്ട് കാണിച്ചേ? അവൻ വീസില് നമ്മൾ അവൻ ക്ലിയർ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല ബ്രോ. ലൈക്ക് എനിക്കറിയാന്നുള്ള ഒന്നാമത്തെ പറഞ്ഞു അതെന്തോ സ്നൈപ്പ്, സാവേജ്, മല്ലു ഗെയിമർ മീൻസ് ബാലൻ, ഇങ്ങനെ കുറച്ചൊരു 3-4 പേര് എടുത്ത് ഒരു കയ്യകലം പാലിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് അവന്റെ അടുത്ത് പറഞ്ഞു. ബ്രദർഹുഡ് പ്ലേയേഴ്സിന്റെ കയ്യകലം പാലിക്കണമെന്ന് പറഞ്ഞു. ഇവരോടെല്ലാം മീറ്റിംഗ് വിളിച്ചിട്ട് TV ആയിട്ട് ഇനി RP ചെയ്യരുത്, അല്ല TV അല്ല ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരായിട്ട് RP ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇവന്മാരെ ബ്രെയിൻ വാഷ് ചെയ്തതിന്റെ ദോഷമാണ് ഇവന്മാർ ഈ POV കൊണ്ട് എന്റെ അടുത്ത് കാണിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് മുച്ചിറി അവിടെ നിന്ന് പുറത്താക്കണേ. മനസ്സിലായ? അപ്പൊ നിനക്കൊക്കെ ഇല്ലായിരുന്നോ
TV ബ്രദർഹുഡ് ആണ്, അവിടുത്തെ നിങ്ങൾക്കൊക്കെ ആക്സസ് ഉള്ള VC-യാ. ഇവിടെ വന്നിരുന്നു ഒന്ന് സോൾവ് ആക്കായിരുന്നു, സംസാരിക്കായിരുന്നു. സംസാരിക്കായിരുന്നു. നിങ്ങൾക്കൊക്കെ ആക്സസ് ഉള്ള VC അല്ലേ? എവിടെ പോയടാ നിന്റെയൊക്കെ ആക്സസ്? എല്ലാം ശരി ബ്രോ, സമ്മതിച്ചു. ഞാൻ അങ്ങനെ അല്ലല്ലോ, അങ്ങനല്ല. ആ ടൈമിലാണ് സ്നൈപ്പൊക്കെ TV കേറുന്ന ടൈമാ, കേറി നിൽക്കുന്ന ടൈമാ. ടൈമോ ഇറങ്ങുന്ന ടൈം, കേറിയ ടൈം തൊട്ട് അതിന്റെ പേര് TV എന്നാണ്. അല്ലല്ലോ, അല്ല സ്നൈപ്പ് നീ 1 വർഷമായത്. ആ ടൈമിൽ 1 വർഷമായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ടൈമില് സോള് പറഞ്ഞതേ VC-ലോട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. എന്റെ ഇപ്പോഴാടാ, എന്റെ ഇപ്പോഴും ആ POV ഉണ്ട്. POV കാണിക്കാം. നമ്മള് പറഞ്ഞിരുന്നത് നമ്മുടെ മര്യാദ. പക്ഷേ POV-ല് നമ്മുടെ മര്യാദയാണ് കേട്ടോ വില്ലിയെ. മറ്റേ ലൈവിൽ കിടന്നിട്ട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കണതും പുറത്തു പറയണ മര്യാദ അല്ല. അതേപോലെ നിന്നെ ചിന്തയില്ലാന്നത്ര ഡിസ്കോഡിൽ ഞാൻ എന്തോ പറഞ്ഞേ, ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈവില്, അല്ലാതെ നിന്നെ പോലെ തന്തയില്ലായ്മ തരാൻ മറ്റേ ഡിസ്കോഡിൽ ഇരുന്ന് പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാവും. കുണ്ണാ പുണ്ടാമോ എന്നൊക്കെ പറയുന്നതാണോ നിന്റെ മര്യാദ? ഇത് നിങ്ങളല്ലേ മുച്ചിരിന്റെ POV പറയണ നിങ്ങളല്ലേ? എന്തോ പറയണത്? നമ്മൾ എന്തിനു നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്? അതൊന്ന് പറ. അല്ല സ്നൈപ്പേ, അല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇതിലെന്താ നമ്മളൊന്ന് പറഞ്ഞിട്ടല്ലോ. നിന്നെ തന്നെ കാണിക്കാം. നിന്നെ ആ ഞാൻ ലൈവിൽ അവരാധം പറഞ്ഞു. ഓക്കെ ശരിയാണ്. നീയൊക്കെ എന്താണ് കാണിച്ചത്? നീയൊക്കെ ലൈവിൽ വരുന്ന മാന്യത കാണിച്ചിട്ട് ഓഫ്ലൈൻ യൂസ് ചെയ്യുന്നു. അല്ല നീ ഒരു സെക്കൻഡ് വില്ലി, ഇത് നീയാണോ ഈ TV വണ്ടി പണിഞ്ഞ? അല്ല പിന്നെ എന്താ ഇത്ര ആവേശം കൊള്ളാ? ഞാൻ വണ്ടിയുടെ പേരിൽ എന്തോ ഇട്ടത്? അല്ല നീ ആ കൂട്ടത്തിലൊക്കെ സംസാരിച്ചല്ലേ? എല്ലാവരുള്ള കുറെ പേര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളാണോ ഈ വണ്ടി പണിയെന്നാണ് ചോദിക്കണേ? അതിലുണ്ടായിരുന്ന എല്ലാവരും. വണ്ടി പണിത ഞാനില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ വണ്ടീനെ മോശമായിട്ട് പറഞ്ഞ എന്തോ ഇട്ടത്. അല്ല നീ പറഞ്ഞ നീ എന്തിനാ ഇങ്ങനെ ചോദിക്കണേ? ഞാനെന്താ പറഞ്ഞ നീ ബെല്ലാരി കോളിടല്ലടാ, അതെന്താ ചോദിക്കണത്? ബെല്ലാരി TVയുടെ എന്നാ ഞാൻ ബെല്ലാരിയുടെ സ്ഥാനത്ത് ഞാൻ ചോദിക്കാം. ബെല്ലാരി TVയുടെ വണ്ടി മോശം എന്ന് പറഞ്ഞിട്ട് എന്തുവാ പറഞ്ഞേ? അതിന്റെ അകത്തിരുന്ന് കുറച്ചില്ലടാ, ഇപ്പൊ കാണിച്ചില്ലേ POV? നിങ്ങൾ കണ്ടില്ലേ? അതില്ല, നീ വാസുണ്ണ എന്തിനാ പറഞ്ഞേ? വാസുണ്ട മാസ് എന്നൊക്കെ പറഞ്ഞ അതും ഞാനല്ല പറഞ്ഞത്. അതൊന്നും പറഞ്ഞില്ല. എടാ ഇവരെ കിക്ക് ചെയ്യടാ, ഞാൻ ഒരു കാര്യം പറയാം. ഇവന്റെ കയ്യിൽ അത് ബെല്ലേരി അല്ല ബ്രോ പറഞ്ഞത്. ബ്രോഡയിലെ POV-യിൽ എടുത്ത് നോക്കി അറിയത്തില്ല ആരാ അപ്പൊ ബെല്ലാരി അന്തേരി നിങ്ങളപ്പോ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഇല്ലേ? ഞാൻ റേഞ്ച് വെയിറ്റ് ആയിട്ടും ഇല്ല ബ്രോ. ഞാൻ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. നീ ഒരു വാണമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ റേഞ്ച് വെയിറ്റ് അല്ല, നീ ഒരു പക്ക വാണമായിട്ടുണ്ട്. അത്ര വലിയ നീ ഒരു പക്ക വാണം. നീയാണ് വാണം, മനസ്സിലായ? അതെ, അത് നമുക്കറിയാം. ആരവാണോ നമുക്കറിയാം കേട്ടോ. അവിടെ ബെല്ലാരിയുടെ വീസി പോയി പറഞ്ഞാൽ മതി. ഇവിടെ പറയണ്ട. പറയണ്ട. ഒന്നും പറയില്ല. ഈ വണ്ടിയുടെ കേസിലോ കൊടുത്ത കേസിലോ അങ്ങനെ എന്തെങ്കിലും പറയണ്ട. കാരണം അത് വേറെ കാര്യം. അത് വണ്ടി മേടിച്ച് മര്യാദ എന്റെ കൊണ്ട് തന്നേക്കണേ ബ്രോ. ആ ഫയൽ ശരിയെന്നല്ല, അത് നീ തരണം. ശരി. ഒരു സെക്കൻഡ്, നീ ആ വണ്ടിയുടെ കേസ് വേറെ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ അതിപ്പോ സംസാരിക്കേണ്ട 50 രൂപയ്ക്ക് എന്തോ അല്ലേ വിറ്റ്? അത്ര വില ഉള്ളൂ എന്റെ വണ്ടിക്ക്. നീ സംസാരിച്ച POV ഇവിടുന്ന് പുച്ഛിച്ചിട്ടൊക്കെ കളയുമ്പോ അല്ല, നീ ഉണ്ടാക്കിയ വണ്ടിക്ക് 50 രൂപയുള്ള വില. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ വണ്ടിയല്ല. ഇപ്പൊ ഞാൻ വില ഇടണ്ടേ? അപ്പൊ നീ വിലയിട്ട് 50 രൂപയാണെന്ന്. അപ്പൊ ഇപ്പോഴത്തെ വണ്ടിയുടെ വില നീ ഇടണ്ട, മനസ്സിലായോ? നമ്മൾ ഇടും. ആ വിലക്ക് ഇടാനുള്ളതില്ല. അത് നീ ഒന്ന് ഉണ്ടാക്കി കാണിക്കടാ. ഇതുപോലൊരു സാധനം നീ ഒന്ന് ഉണ്ടാക്കി കാണിച്ച നീ മുക്കോടാ. നീ 1 വർഷം അതുകൊണ്ടാണ് ഇപ്പൊ കൊണ്ട് കളഞ്ഞത്. ഒരു വാറിന് മൂഞ്ചി തെറ്റി മുമ്പിൽ
റൂമിൽ കിടന്നു അതുകൊണ്ട് ഇന്ന് പോടാ അവിടെ നിന്ന് പോകുന്നല്ലേ ഡാർക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് അവന്റെ എത്തിക്സ് ആണ് ഇപ്പൊ സംസാരിച്ചത്. അതായത് നീയൊക്കെ ഉണ്ടാക്കി തന്ന വണ്ടിയാണ്, അതായത് സൈക്കിൾ ഉണ്ടാക്കി തന്ന വണ്ടിയാണ് ഈ പറയുന്ന ഹൈന. അത് അവൻ ആരുടെ പെർമിഷൻ കിട്ടിയിട്ടാണ് എടുത്ത് കൊടുത്തത് വേറൊരുത്തിന്. അതാണെന്താ നീയൊക്കെ നിന്റെ എത്തിക്സ്? വണ്ടി ഉണ്ടാക്കാനുള്ള കാര്യം കണ്ടില്ലായിരുന്നല്ലോ, അല്ല സെക്ക നീ ഒരു വീട്ടിൽ ഒന്നും പറഞ്ഞൊരു പാട്ട് ഉണ്ടാക്കി തന്നില്ല, അതൊന്നും വരുന്നവയാ ആ സൂപ്പർ. അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞല്ലേ വിറ്റത്, അതുകൊണ്ടല്ലേ നീ 50 രൂപയ്ക്ക് മറച്ചു വിറ്റത്. ഓ ചെല്ല് ചെല്ല്. എന്നിട്ട് ഒന്ന് സ്റ്റോറി മുഞ്ചിന്ന് അതേ പറ്റുന്ന സ്റ്റോറി നിനക്ക് എന്തായാലും പറഞ്ഞ നിനക്കുള്ള എക്സ്പ്രഷൻ തരാ ഞാൻ നിനക്ക്. നീ ചെല്ല് പോയി സ്റ്റോറി ഇട്. ഇതാണ് ഇവന്റെയൊക്കെ തനിക്കോണം, മനസ്സിലായ? ഇവര് ഡയറക്റ്റ് വന്ന് സംസാരിക്കാന്ന് പറഞ്ഞു എക്സ്പോസ് ആയതാ. നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഇത് എന്റെ റേജ് വെയിറ്റ് ആയിരുന്നു കേട്ടാ സത്യം പറഞ്ഞ ഈ VC വരുന്നത്. ആ റേജ് വെയിറ്റിൽ കൊത്തിയവന്മാരൊക്കെ ഇവിടെ വന്ന് അവന്മാരുടെ തണിക്കുനം കാണിച്ചിട്ട് പോയി സത്യം പറഞ്ഞ. ഇതാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞിട്ട് പോയത്. അതായത് അവൻ ഉണ്ടാക്കി തന്ന വണ്ടി നമുക്ക് ഞാൻ അതൊരു പ്രശ്നമുണ്ട്. അതാണ് ബ്രാവോ, നമ്മൾ വെറുതെ ഉണ്ടാക്കിയുള്ള കാശ് കൊടുത്ത് ഉണ്ടാക്കിയ നമ്മുടെ വണ്ടി. ജസ്റ്റ് സിമ്പിൾ ഞാൻ കാര്യം പറയാം, നമ്മൾ കാശ് കൊടുത്ത് നമുക്ക് അവരുണ്ടാക്കി തന്ന വണ്ടി. അത് ഞങ്ങൾക്ക് ഇൻ കേസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞങ്ങൾ ഒരു പറയില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ വെച്ചോ, വേറെ ആർക്കെങ്കിലും കൊടുക്കണാണോ മര്യാദ? ആ വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടി. ശരി, പക്ഷെ അവനെങ്ങനെ അത് കൊടുക്കുക? നമ്മളതിന് പേയ്മെന്റ് കൊടുത്ത് വണ്ടി വാങ്ങിയതല്ലോ അവന്റെ കയ്യിൽ നിന്ന്. ഇവിടെ നമ്മളെ അടിക്കാനും പറിക്കാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫ്രസ്ട്രേറ്റഡ് കുണ്ണുകളൊക്കെ ഗ്യാങ് ഉണ്ടാക്കിക്കൊണ്ട് വരും കേട്ടോ. വേറെ അണ്ടിപ്പലി കുണ്ണപ്പേരെന്നൊക്കെ ഇട്ടിട്ട് ഓരോന്ന് വരും. ഈ കുണ്ണക്കൊന്നും ഇവിടെ ഗ്യാങ് കൊടുക്കല്ലേ ബ്രാവോ? ഞാൻ ഇത് എനിക്ക് സെർവറിന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യണമല്ല ബ്രാവോ. ഇമാതിരി ഫ്രസ്ട്രേറ്റഡ് വാണങ്ങൾക്കൊന്നും ഈ സെർവറിൽ കളിക്കാൻ എന്താ കൊടുക്കില്ല. നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ഇമാതിരി വാണങ്ങൾ ഇവിടെ കൊണ്ടുവരല്ലേ ബ്രാവോ? എന്റെ റിക്വസ്റ്റ് ആണ്. ബെല്ലാരിക്കകത്തുള്ള ബാക്കിയുണ്ട് കുറച്ച് പേര് നമ്മുടെ ഇഷ്യൂ ഉള്ള അവരുടെ അല്ല പറയണേ. ഇവന്മാർ ഈ ഇതിന്റെ സീനിലുള്ള കുറച്ച് പേരുണ്ട്. ഇവന്മാര് എല്ലാരും പ്രശ്നമൊന്നുമല്ലോ. സൈക്കിൾ ഉച്ചക്ക് വന്നപ്പോ അളിയാ വെയിറ്റ് ചെയ്ത് സൈക്കിൾ ഉച്ചക്ക് വന്നപ്പോ സൈക്കിൾ ഒന്നും പറഞ്ഞില്ലേ? സൈക്കിൾ ഇപ്പൊ സൈക്കിൾ ഇല്ല. എന്റെ POV സംസാരിക്കണ്ട. എന്റെ POV ഉണ്ട്. സൈക്കിൾ ഉച്ചക്ക് ഒന്ന് എല്ലാം വാങ്ങിച്ച് കേട്ടിട്ട് അതുപോലെ അങ്ങ് മിണ്ടാതെ പോയതാ. ഉച്ചക്ക് ഞാൻ പണ്ട് 2018 എന്റെ വൈറലായ ഒരു തെറിവിളി ഉണ്ടായിരുന്നു മറ്റേ ബൂട്ട് ക്യാമ്പില്. ആ സാധനം ഞാൻ ഉച്ചക്ക് ഇവനെ വിളിച്ചായിരുന്നു, ഈ സേക്കനെ. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോയവനാണ് ഇപ്പൊ ഇവിടെ നിന്ന് മാസ് അടിച്ചിട്ട് പോയത് കേട്ടാ. ഇതാണ് ഇവന്മാര്, മനസ്സിലായ? ഇതാണ് ഇത്രയും കുറച്ച് നാളായിട്ട് ഞാൻ പറയാനിരുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങളൊരു കാര്യം അറിയോ ഗൈസ്? നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാരും? ജമാലു, സാക്ക് ഇവരെല്ലാം ബാലനെ ഇവരൊക്കെ ആയിട്ട് കുറച്ച് നല്ല രീതിയിൽ RP കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഓഫ് ആൾക്കാരായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ജമാലുനെ സാക്കിനെ ഡിസപ്പിയർ ആയി. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ റീസൺ എന്താണ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതാണ് പ്രശ്നം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെ അതില് നിങ്ങൾക്കൊരു കാര്യം അറിയാം ഗൈസ്. മുച്ചിറി എന്തിനാ TV-യിൽ വന്ന് അവനെ എടുത്ത് കളഞ്ഞൊന്നും അല്ല സത്യം പറഞ്ഞ. മുച്ചിറി ബെല്ലാരിൽ നിന്ന് ഇറങ്ങിയ ഒറ്റ കാരണത്തില. ബെല്ലാരിക്കാർ പറഞ്ഞ് നീ ഇവരുടെ കൂടെ കളിക്കുവാണെങ്കിൽ ഇനി ബെല്ലാരിൽ ഉണ്ടാവൂലെന്ന്. മുച്ചിറി അവന്മാരുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് RP ചെയ്യാനും എനിക്ക് ഇതെല്ലാം ഉണ്ടാക്കി തന്നത് സ്നൈപ്പും അവരൊക്കെയാണ്. സോ അവരെ കളഞ്ഞിട്ട് എനിക്ക് ഇതാക്കി വരാൻ പറ്റത്തില്ല, എനിക്ക് ഗ്യാങ്ങിൽ കളിക്കാൻ താല്പര്യം ഇല്ലെന്നാണ് മുച്ചിറി പറഞ്ഞത്. മനസ്സിലായ? അവ അങ്ങനെ ഇറങ്ങി വന്നാണ് ഇതിനകത്ത്. അല്ലാതെ ഒരു കൊച്ചി ഇറക്കിന് ഞാൻ ഒരിക്കലും ചാൻസ് TV-ക്കകത്ത് കൊടുക്കത്തില്ലെന്ന് ഞാൻ പലവട്ടം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കൊച്ചി ഇറക്കനെ അസീമിന്റെ ഇഷ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇനി ഒരു കൊച്ചി ഇറക്കനെ എനിക്ക് TV-ക്കകത്ത് എടുക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ടും ഞാൻ മുച്ചിറിയെ ഇതിനകത്ത് എടുത്തതിന്റെ ആ ഒരു കാര്യം അവനോടുള്ള ആ ഒരു ഡിസിഷന്റെ പുറത്തുള്ള റെസ്പെക്ട് കൊണ്ടാണ്. ഓൺ ദ സെയിം സൈഡ് സാക്കും ജമാലും എല്ലാം അവർക്ക് ആ ഗ്യാങ്ങിൽ കഷ്ടപ്പെട്ട് ചിലപ്പോൾ അച്ചീവ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കയറിയതായിരിക്കും ബെല്ലാരിക്കകത്ത്. അപ്പൊ അവന്മാർക്ക് അത് വിട്ടിട്ട് വരാനുള്ളൊരു മനസ്സ് വന്നില്ല. അതുകൊണ്ട് അവന്മാര് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത്, നമ്മളെ അവരാതൊന്നും പറഞ്ഞിട്ടില്ല, അവന്മാർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത്. പക്ഷെ അവരോട് പോയി പറഞ്ഞു കൊടുത്ത് സ്നൈപ്പിന്റെ അടുത്തും ബാലന്റെ അടുത്തും സാവേജിന്റെ അടുത്തും ഇനിയൊരു ഇഷ്യൂ. അപ്പൊ ഗൈസ് ഞാൻ തിരിച്ച് എല്ലാവരുടെ അടുത്തും ഒരു കാര്യം ചോദിച്ചേക്കുക. ഞാനിപ്പോ ഇവരോട് പറയുക, സരക്കുമായിട്ട് ഞാൻ അടിയുണ്ടായി ഇറങ്ങി. ഇനി കണ്ണാപ്പി, ബോബോയി, നിങ്ങൾ മേലാല്
സരക്കിന്റെ ലൈവിൽ പോയിരുന്ന് അവന്റെ കൂടെ വേറെ ഗെയിംസ് കളിച്ചേക്കരുത്, അത് കളിച്ചേക്കരുത്, ഇത് കളിച്ചേക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ സെയിം സാധനമാണ് ഇവര് ജമാലിനോട് സാക്കിനോട് പറഞ്ഞത്. ഈ സെയിം സാധനമാണ് അവര് പറഞ്ഞത്. ഇതിൽ തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, മനസ്സിലായി? ഇതാണ് കാര്യം. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ അന്ന് തുടങ്ങിയ ഇഷ്യൂ ആണിത്. അന്നാണ് ഈ വില്ലി എന്ന് പറയണ ഈ പയ്യൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. കോൾ കണ്ണാപ്പി. ഇനി പുണ്ടച്ചയെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാം സോൾവ് ചെയ്യണം. ഇനി കണ്ണാപ്പിയെ അവനാണല്ലോ ഇവിടുത്തെ ഇത്. ഇനി വേണ്ട, നമ്മളിത് ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ പേര് പറഞ്ഞ് ഇനി വന്നു കഴിഞ്ഞാൽ രായം വിളിക്കുന്ന ഒരു സെക്കൻഡ്. അല്ല ഞാൻ പറഞ്ഞു, ഇതിന്റെ ബാക്കിയിട്ട് ഇനി സംസാരിക്കാൻ വയ്യ. സംസാരിക്കാൻ താല്പര്യമുള്ളവർ ഇനി ഇത് സ്റ്റോറി ഇട്ട് ആഘോഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും ബാക്കി. ഞാന് അപരാധിക്കാനോ ഒന്നിനും ഇല്ലെന്ന് പറഞ്ഞാണെന്ന് ഗ്രൂപ്പിൽ പോലും. അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കി, സാധാരണ സ്നൈപ്പിനോ ഇവനോ എന്തെങ്കിലും ഇവന്മാർക്ക് അപരാധിക്കാനുണ്ടെങ്കിൽ ഇവന്മാർ നേരെ വന്ന് ഇടുവേ ഉള്ളൂ. ഇത്രയും നാളെ ഒന്നും പറയാതെ, ഇത്രയൊക്കെ അവന്മാരുടെ ഉള്ളിലുണ്ടായിട്ട് ഇത്രയും നാളെ ഒന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക. അവന്മാരൊന്നും മിണ്ടിയിട്ടില്ല ഇത്രയും നാള്. ഇത് ഇന്ന് ഇവരുടെ വായിന്ന് കേൾക്കുന്നത് വരെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ ഈ ഇഷ്യൂസ്? എടാ രായം വിളിക്കണോ ഒരു സെക്കൻഡ്. എടാ ബാലൻ എന്താ ചെയ്തത്? കൊള്ളാം ബ്രോ. ഞാന് ദാമു വന്നിട്ട് ബെല്ലാരിലുള്ള 5 വരെ 155 എന്തോ അടിച്ച്. അപ്പൊ ഞാൻ ദാമുവിനോട് എന്നിട്ട് പറഞ്ഞു, അളിയാ സൂപ്പർ കിടിലെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ബെല്ലാരിയാന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതാണ് ഇവന്മാർ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്. എനിക്കറിയത്തില്ല ഇതിനൊക്കെ ഇത്ര കടിമൂത്ത് എന്തിനാന്ന്. കണ്ണാപ്പി വന്നാട്ടാ ഡെഫൻ അടിച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കുക കാര്യമായിട്ടെന്തോ. എന്റെ ലൈവ് കാണുന്നവര് കാണുമല്ലോ ഇവിടെ. ഞാൻ ബെല്ലാരിനെ പറ്റി എന്തെങ്കിലും അവരത് ഇവിടെ എന്താടാ എന്റെ പേരെന്തോ വന്നെന്ന് കേട്ടല്ലോ. ഒരു 8ഓളം പേര് വന്നിട്ട് നിന്നെ തെറി വിളിച്ചിട്ട് പോയല്ലേ? ഇപ്പൊ ഇങ്ങനെ ശരിയാവും. നിങ്ങൾ തിരിച്ചു വിളിച്ചായിരുന്നോ എന്നെ പറഞ്ഞപ്പോ? തെറിയൊന്നും വിളിച്ചില്ല, നമ്മള് കാര്യം സംസാരിച്ചു. ഇപ്പൊ ഇങ്ങനെ ഇവിടെ പോയത് നിന്റെ പേര് വന്നെന്നടാ. നീയോ ഉണ്ടായിരുന്നു കേട്ടോ. നീ നോക്കിയ ആരാണ്? ഫോൺ വേറെ ആരത്? നിന്റെ പേരുണ്ടായിരുന്നു കേട്ടോടാ. ഇതാരാണ് നോക്കിയ റൈറ്റ് എന്ന് പറയാൻ എന്താ സംഭവം? അത്